ഹായ് ഗായ്സ്, എല്ലാവർക്കും ലൂക്ക മലയാളി എന്ന് പറഞ്ഞ ചാനലിലേക്ക് ആദ്യം സ്വാഗതം. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് 500 സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക, എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ലൂക്ക മലയാളി എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ കൂടിയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കി വെച്ചേക്കുക. പിന്നീട് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഞാൻ എങ്ങനെയാണ് 500 സബ്സ്ക്രൈബേഴ്സിനെ നേടിയതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ആദ്യമൊക്കെ ഡെയിലി 1-2 വീഡിയോസ് അല്ലെങ്കിൽ ഒരു വീഡിയോ അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത്. പക്ഷെ ഞാൻ പിന്നീട് അത് ഡെയിലി ഞാനൊരു 6-7 വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം തന്നെ ഓരോരോ ബ്ലോഗർമാരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഡെയിലി ഞാനൊരു 6-7 വീഡിയോസൊക്കെ മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്താണ് എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഇടുമ്പം വളരെ കുറവായിരുന്നു, വ്യൂസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നീട് ഞാനത് ഡെയിലി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയതാണ് എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. വ്യൂസും കൂടാൻ തുടങ്ങി. പിന്നെ എനിക്ക് വ്യൂസും കൂടാൻ തുടങ്ങിയിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ 500 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, അതൊക്കെ കൂടണം. അത്ര സബ്സ്ക്രൈബേഴ്സ് മാത്രമേ കൂടിയിട്ടുള്ളൂ. അതിന് നമുക്ക് വലിയൊരു സന്തോഷമാണല്ലോ. നമ്മൾ 500-600 ആൾ നമ്മളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ല. അതുപോലെ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ടായിരുന്നു, അതിനോട് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇടയ്ക്കൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി വീഡിയോ ഇടാറുണ്ടല്ലേ യൂട്യൂബിൽ, ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എനിക്ക് സന്തോഷം നിൽക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. അവിടെ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം നമുക്ക് വേറെ എന്താ ഉള്ളത്. സാധാരണക്കാരെ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് സാധാരണക്കാർക്ക് അതിലും വലിയ കാര്യമാണല്ലോ. എനിക്കതൊക്കെ ഭയങ്കര കാര്യമാണ്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു ഗായ്സ്. പിന്നെന്താ പറയുക, ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ച് സങ്കടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിർത്തുവാണ്, എനിക്കിന് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയോടും കൂടിയാണ് ഞാൻ പറയുന്നത്, ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ എന്തായാലും നമ്മൾക്ക് ഒരു വിജയം ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, ഒരിക്കലും തോറ്റ് പിന്മാറരുത്. അതുപോലെ തന്നെയായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. എനിക്കും ആദ്യം ഒന്നും ആവില്ല എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പിന്നീട് ഞാനങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്കങ്ങനെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കിട്ടാൻ തുടങ്ങിയത്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എനിക്കതിൽ പറയാതിരിക്കാൻ വയ്യ. സപ്പോർട്ട് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ആ സന്തോഷം എനിക്ക് നിങ്ങളോട് വന്ന് പറയണം തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ കൂടി ചെയ്യുന്നത് കേട്ടോ. എന്താ പറയുക, എല്ലാവരും നിങ്ങളും അതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടട്ടെ. എല്ലാവരുടെ ചാനലും എൻ്റെ ചാനലടക്കം മോട്ടിവേറ്റഡ് ആവട്ടെ, നിങ്ങളതും ആവട്ടെ. എല്ലാവരും ബ്ലസ് ചെയ്യുന്നു. തിരിച്ചും ബ്ലസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.